കനോലി കനാലിലേക്ക് ബണ്ടുകൾ പൊട്ടിച്ച് മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ പുഴ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ സംയുക്ത പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഫിഷറീസ്, അഗ്രികൾച്ചർ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, കുഫോസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായി സംഭവം പരിശോധിക്കുവാനാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിട്ടിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ബണ്ട് പൊട്ടിക്കലിൽ മലിനജലം ഒഴുകി കനോലി കനാലിലെ കൂട് കർഷകർക്കുണ്ടായ വൻ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് അധികൃതർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് കളക്ടറുടെ നടപടി. മാലിന്യം ഒഴുകിയെത്തുന്നതോടെ കൂട് കൃഷി പോലെയുള്ള മത്സ്യകൃഷിയിലെ മത്സ്യങ്ങൾ കൂട്ടക്കുരുതിക്ക് ഇരയാകുന്നതിന് പുറമെ പുഴയിലെ മത്സ്യങ്ങളും ചത്തൊടുങ്ങുകയാണ്. ഇതാകട്ടെ പുഴയിൽ അന്നം തേടുന്ന മറ്റു ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും തിരിച്ചടിയാകുകയാണ്. കനത്ത മാലിന്യത്തിൽ പുഴവെള്ളത്തിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നതിന് കാരണമാകുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. 18 ലക്ഷത്തിലേറെ രൂപയുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതായാണ് അധികൃതരുടെ പ്രാഥമിക കണക്ക്. കൂട് കർഷകരുടെ മാത്രം നഷ്ടമാണിത്. കൂടുകൾക്കുള്ളിൽ വളരുന്നതിനാൽ ഇത് ഉദ്യോഗസ്ഥർക്ക് കണക്കാക്കാനായി. കനോലി കനാലിലെ മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിലെ 14ഓളം കൂട് കൃഷി മത്സ്യങ്ങളാണ് നശിച്ചത്. കനോലി കനാലിൽ മലിനജലം കലർന്ന് വൻതോതിൽ മത്സ്യകൃഷി നശിച്ചതും കൂട് കർഷകരുടെ കണ്ണീരും നേരിട്ടനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കി മേലധികാരി മുഖേന കലക്ടർക്ക് സമർപ്പിച്ചത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടെന്നും അതിനായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പൊതുസമിതി രൂപവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു.